Hello guys, welcome back to my YouTube channel. Hey Gauri here. എനിക്ക് തോന്നുന്നു ഞാനൊരു 9 മാസത്തിന് കൂടുതലായി ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടെന്ന്. സോ ഇന്ന് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ മാസം ഓഗസ്റ്റ് ആണല്ലോ, നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ സെപ്റ്റംബർ ആയി. സോ അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ ഒത്തിരി കുട്ടികൾ ഇവിടെ UK വരുന്നുണ്ട്. സോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു 5-6 പിള്ളേര് ഇത് അയച്ചിട്ടുണ്ടായിരുന്നു, DM ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാ UK വരുമ്പോൾ ക്യാരി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനതിൽ 2-3 പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാട്ടോ ഞാൻ ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യണത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനുണ്ടല്ലോ നാട്ടിൽ നിന്ന്, ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിലാണ് വരുന്നത്. ഞാനിപ്പോൾ ബെൽഫാസ്റ്റിലാട്ടോ കറൻ്റ്ലി ഉള്ളത്. ഞാനിവിടെ അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ് നഴ്സിംഗിൽ. അപ്പം എൻ്റെ കോഴ്സ് ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും കഴിയും. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിൽ വന്നതാട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് DM ചെയ്തിരുന്ന 2 പിള്ളേർ അതിൽ എൻ്റെ ഈ സെയിം യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കുട്ടികളായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ലോങ് വീഡിയോ ആയിട്ട് ഇടാം. സോ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ UK വരുന്നവർക്ക് മാത്രമല്ല, ആക്ച്വലി എബ്രോഡ് ഏതൊരു കൺട്രിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോണവർക്കാണെങ്കിലും ബേസിക് ആയിട്ട് ക്യാരി ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അതാട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇതിൽ പറയാൻ പോണത് ഈ വീഡിയോയിൽ. ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ സാധനങ്ങളാ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളത് ഞാനും ഇങ്ങനെ പല വീഡിയോ റെഫറൻസ് എടുത്തിട്ടാട്ടോ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് പോലെ ടിക്ക് ചെയ്തായിരുന്നു മേടിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ സാധനം എൻ്റെ കയ്യിൽ ഇപ്പം സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ അത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാട്ടോ വിചാരിക്കണത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. സോ അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം എന്തൊക്കെ ഡോക്യുമെന്റ്സാ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അയ്യേ എന്ന് വിചാരിച്ചാലും ഞാൻ പറയാം. ഫസ്റ്റ് മെയിൻ ആയിട്ട് വേണ്ടത് പാസ്പോർട്ടാണ്. സോ അതില്ലാണ്ട് വരാൻ പറ്റില്ല എന്നറിയാമല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് വേണ്ടത് പാസ്പോർട്ടാണ്. പാസ്പോർട്ടിൻ്റെ ഒരു 2 to 3 കോപ്പീസും കൂടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ബെറ്റർ ആയിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിൻ്റെയും ഡിജിറ്റൽ കോപ്പീസും അതുപോലെ തന്നെ ഹാർഡ് കോപ്പീസ് ഒരു 3-4 എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട്. ആൻഡ് സെക്കൻഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിസയാണ്, വിസ സ്റ്റേറ്റസ്. ആ ഡീറ്റെയിൽസ് നമ്മളൊരു 2-3 കോപ്പി എടുത്ത് കയ്യിൽ വെക്കാം. ഓക്കെ, 2-3 കോപ്പി എടുത്ത് കയ്യിലെടുത്ത് വെക്കുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ, ഓഫർ ലെറ്റർ, പിന്നെ അതുപോലെ ക്യാഷ് സ്റ്റേറ്റ്മെന്റ്. ഇതും നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ഫോണിലല്ല, ഡിജിറ്റൽ കോപ്പി അല്ല ഞാൻ പറയണേ, നമ്മുടെ കയ്യിൽ പ്രിന്റ് എടുത്ത് നമ്മൾ സൂക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എയർപോർട്ടിൽ എത്തുമ്പോൾ നമ്മളോട് ഈ വക സാധനങ്ങളെല്ലാം അവർ ചോദിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ, ക്യാഷ് സ്റ്റേറ്റ്മെന്റ്, അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവർ നമ്മളോട് ചോദിക്കും, വിസ ഡീറ്റെയിൽസ്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നിർത്തി പറഞ്ഞുതരാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്ററും അതുപോലെ ക്യാഷ് സ്റ്റേറ്റ്മെന്റും പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം. പിന്നെ അതുപോലെ വരുന്നൊരു സാധനമാണ് അക്കോമഡേഷൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ സെറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ, പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലൊക്കെ അതും നമ്മൾ കയ്യിലൊരു കോപ്പി എടുത്ത് വെക്കുക. ഞാൻ വന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻറ് അക്കോമഡേഷനിലാണ് നിൽക്കുന്നത്. സോ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ 1 month പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാട്ടോ വന്നത്. സോ അവരുടെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു, പേയ്മെന്റ് ചെയ്തൊരു പേപ്പർ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. സോ ആ ഒരു സാധനം ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു ചോദിച്ച സമയത്ത്. ഓക്കെ, സോ അപ്പോൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. പിന്നെ വരുന്നത് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ്. നമുക്ക് എല്ലാവർക്കും കാണുന്ന ഒരു സാധനം, അതും നമ്മൾ മസ്റ്റായിട്ടും നമ്മളെ കയ്യിൽ തന്നെ വച്ചിരിക്കുക ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ആണ്. അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4 വർഷത്തെ മാർക്ക് ലിസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ്.
പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, KNMC രജിസ്ട്രേഷൻ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ LOR അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ 10th-ന്റെയും 12th-ന്റെയും ഒന്നും കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഒറിജിനൽ. ഓക്കെ, അതും കൂടി എടുത്ത് വച്ചേക്കാം. സോ ഇത്രയൊക്കെയാണ് അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സിൻ്റെ അകത്ത് നമുക്ക് വരണത്. ഇതെല്ലാം തന്നെ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സും മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിന്റും ആണ് നമുക്ക് വേണ്ടത്. സോ വാക്സിനേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോസാണ് എടുത്തതെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കാണുമല്ലോ. സോ ആ സാധനം നമ്മൾ ക്യാരി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാക്സിനേഷൻ റെക്കോർഡ് കാണുമല്ലോ കുഞ്ഞിലെ തൊട്ടുള്ളത്, ആ ഒരു പേപ്പർ നമ്മൾ മസ്റ്റായിട്ടും കയ്യിലെടുത്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിൻ്റെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു പേപ്പറും പിന്നെ അതുപോലെ ആ മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷനും മസ്റ്റായിട്ട് നമ്മൾ ക്യാരി ചെയ്യുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡോക്യുമെന്റ്സിൻ്റെ അകത്ത് വരുന്നത്. എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും തന്നെ ഡിജിറ്റൽ കോപ്പീസും അതുപോലെ തന്നെ ഹാർഡ് കോപ്പീസും ഒരു 2-3 കോപ്പി വെച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുക. പിന്നെ ഇതിന് പുറമെ നിങ്ങൾ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കൂടെ ക്യാരി ചെയ്യാനായിട്ട് നോക്കുക. ഒരു 10 to 12 നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഫോട്ടോ കൂടി നിങ്ങൾ ക്യാരി ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ വരുന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ TBയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ, UK പ്രീ ഡിപ്പാർച്ചർ ട്യൂബർകുലോസിസ് ഡിറ്റക്ഷൻ പ്രോഗ്രാം എന്നൊക്കെ അടിച്ചു വരുന്നൊരു സർട്ടിഫിക്കറ്റ്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതും നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ ക്യാരി ചെയ്യുക, ഒറിജിനലും അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി. പിന്നെ വരുന്ന ഒന്നാണ് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റാ, അതും നമ്മൾ മസ്റ്റായിട്ട് കയ്യിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കുക. അടുത്ത സംഭവമാണ് മെഡിസിൻസ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനങ്ങനെ മരുന്ന് എടുക്കാറില്ല, എനിക്കിപ്പോൾ പനി വന്നാലും തലവേദന വന്നാലും ഒക്കെ ഞാൻ ഒത്തിരി മരുന്ന് എടുക്കുന്ന കൂട്ടത്തിലല്ല, അങ്ങനെ മരുന്ന് എടുക്കുന്നത് നല്ലതൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലതാ, മരുന്ന് എടുക്കുന്നത് നല്ലതല്ല, അത്ര ഓവറായിട്ട് എടുക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞ് നമ്മൾ ചാവാൻ കിടക്കുമ്പോൾ മരുന്ന് എടുക്കാതിരിക്കുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാ, അതുകൊണ്ട് ഒരു മരുന്നും കൊണ്ടുവരാതെ ഒന്നും ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനെ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല നമ്മൾ ഇവിടത്തെ ഡോക്ടേഴ്സിനെ കാണുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാ പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത് നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് 2:30. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം ഡോക്ടറെ കാണാനുള്ള വെയിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 12 hours ആണ്. ഓക്കെ, നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നെങ്കിൽ അടിയായി പിടിയായി ഹോസ്പിറ്റല് അടിച്ചു പൊട്ടിച്ച് ബഹളമായി അല്ലേ. ഇവിടെ നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല, ഒരു പരാതിയും ഒരു പരിഭവവും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ മിനിമം വെയിറ്റിംഗ് അവേഴ്സ് 12 hours ആണ്. ഓക്കെ, നമ്മൾ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 6 മണിക്ക് വൈകിട്ട് പോയിട്ട് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അവർ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ടോക്കൺ നമ്പർ പോലും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പോയി ചോദിച്ചു, എത്രാമത്തെ ടോക്കൺ ആണെന്നെങ്കിലും ഒന്ന് പറയുമോ, എത്രാമതാ ഞങ്ങളെ കയറ്റാൻ ഉദ്ദേശിക്കുന്നതെന്നെങ്കിലും പറയുമോ എന്ന്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് അറിയില്ല എന്നാണ് പുറത്ത് നിൽക്കുന്നവർ പറയുന്നത്. സോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ ആ ഡോക്ടറെ കാണുന്നവരെ നമുക്ക് ജീവനോടെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കയ്യിൽ വെക്കാം. ഓക്കെ, തീരെ വയ്യാതാകുന്നെങ്കിൽ മാത്രം മെഡിക്കൽ അഡ്വൈസ് നോക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ബേസിക് ആയിട്ട് സർവൈവ് ചെയ്യാനുള്ള കുറച്ച് മെഡിസിൻസ് നമ്മൾ മസ്റ്റായിട്ടും നാട്ടിൽ നിന്ന് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ക്യാരി ചെയ്യാം. ഞാൻ പറയുവാണെങ്കിൽ പാരസെറ്റമോൾ എടുക്കുക, പിന്നെ അതുപോലെ എന്തെങ്കിലും കോൾഡിൻ്റെയും ഫ്ലൂയിഡിൻ്റെയും ഒക്കെ മെഡിസിൻസ് ഉണ്ടല്ലോ അതെടുത്ത് വെക്കുക. പിന്നെ ഏതാ സിട്രസിൻ അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ അലർജിയുടെ മെഡിസിൻസ്, പിന്നെ ഗ്യാസിൻ്റെ മെഡിസിൻ, പിന്നെ അതുപോലെ എംസിറ്റ് പോലെയുള്ള ഛർദിലിൻ്റെ മെഡിസിൻ ക്യാരി ചെയ്യാം. പിന്നെ ലൂസ് മോഷൻ ഉള്ള മെഡിസിൻ ക്യാരി ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ ഉള്ളതും എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് നാൾ ഈ ബ്രെഡും ടോർട്ടലയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. സോ അത് കഴിച്ച് പിന്നെ ഇവിടെ കുറച്ച് തണുപ്പും കൂടി ആയിരിക്കും സെപ്റ്റംബർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ വെള്ളം കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും. സോ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഇവിടെ വന്നാൽ കൂടുതലാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് കോൺസ്റ്റിപ്പേഷൻ്റെ മരുന്നും കൂടെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെക്കുക. ഒരു ഡൈക്ലോയുടെ ജെല്ല്, പിന്നെ
എന്താ ബാൻഡേജ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഉപയോഗം വരും എപ്പോഴാണെങ്കിലും. സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പറയാൻ പോണത് ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ പാക്ക് ചെയ്യണ്ട. എല്ലാത്തിനും ഒരു 4-5 പെയർ വെച്ച് എടുത്താൽ മതി മാക്സിമം. കാരണം ഇവിടെ നമുക്ക് ക്ലോത്ത്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. ക്ലോത്ത്സ് ഒക്കെ മേടിക്കാൻ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ പോലെ ഇവിടെ ഒരു പ്രൈമാർക്ക് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. പിന്നെ എനിക്കൊന്ന് ന്യൂ ലുക്ക് ഉണ്ട് ഇവിടെ അടുത്ത്. ഞാൻ ബെൽഫാസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ന്യൂ ലുക്ക് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ. സോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പൗണ്ട് 4 പൗണ്ടിനൊക്കെ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടും. സോ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഓവർ പാക്ക് ചെയ്യണ്ട. ഞാൻ കൊണ്ടുവന്നത് ആക്ച്വലി ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ജീൻ എടുത്തു വെച്ചു. ജീൻസ് കൊണ്ടുവന്നു. സോ അത് നമുക്ക് ഏത് ടോപ്പിന്റെ കൂടെ വേണോ പെയർ ചെയ്യാം. പിന്നെ നമുക്ക് യൂണിയിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു 3 to 4 സ്വെറ്റ് ഷർട്ട്സ്, ടീഷർട്ട്സ് പോലുള്ള സംഭവങ്ങൾ എടുത്തു വെക്കാം. പിന്നെ അല്ലാത്ത ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒരു 2 to 3 പെയർസ് എടുത്തു വെക്കാം. പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് അതൊരു 3-4 എണ്ണം വെക്കുക. പിന്നെ ഫെസ്റ്റീവ് വെയർ ഉണ്ടല്ലോ, ഇപ്പോൾ ഓണത്തിനൊക്കെ കൊടുക്കാനായിട്ട് സാരി, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റീവ് വെയർ ആയിട്ടുള്ള സൽവാർ സ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരൊറ്റ പെയർ. അത് വെറുതെ ഓവർ പാക്ക് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാക്കരുത്. സ്ഥലമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട. കാരണം ഇവിടെ ഇഷ്ടംപോലെ മലയാളി ചേച്ചിമാരുടെ ബൊട്ടീക്സ് ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒത്തിരി ബൊട്ടീക്സ് ഇവിടെ അവൈലബിൾ ആണ് UK-ൽ. സോ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഫെസ്റ്റീവ് വെയർ ആയാലും അതുപോലെ സൽവാർ സ്യൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് വെറുതെ ഓവർ പാക്ക് ചെയ്ത് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നാട്ടിൽ കളഞ്ഞിട്ട് വരരുത്. സോ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് എല്ലാത്തിൽ നിന്നും ഒരു 3 to 4 പെയർസ് വെച്ചിട്ട് എടുത്തു വെക്കാം. പിന്നെ അതുപോലെ തന്നെ സോക്സ് അത്യാവശ്യം നമുക്ക് തണുപ്പത്തിടാൻ പറ്റും. ഞാൻ പറയുന്നത് ഡെക്കാത്തലോണിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഡെക്കാത്തലോണിൽ നിന്ന് തെർമൽ മേടിക്കുക, തെർമൽ ടീഷർട്ട്സും തെർമൽ പാൻസും. കാരണം ഇവിടെ നല്ല തണുപ്പായിരിക്കും സെപ്റ്റംബർ തൊട്ട്. സോ നമുക്ക് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തെർമൽസ് എന്തായാലും വേണം. സോ തെർമൽ മേടിക്കുക, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെക്കാത്തലോണിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. പിന്നെ അതുപോലെ തന്നെ സോക്സും അത്യാവശ്യം നമുക്ക് വിന്ററിൽ ഇടാൻ പറ്റുന്ന കട്ടിയുള്ള സോക്സ് തന്നെ മേടിക്കുക. പിന്നെ ബ്ലാക്ക് ഷൂസും ബ്ലാക്ക് പാൻസും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഷൂസ് ആണ് അവർ യൂസ് ചെയ്യാനായിട്ട് പറയുക. സോ അപ്പോൾ ഒരു പെയർ ഓഫ് ബ്ലാക്ക് ഷൂസ് മസ്റ്റായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് മേടിച്ച് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ പാൻസ് ആണ് ഇവിടെ പാർട്ട് ടൈമിൽ യൂസ് ചെയ്യുക. സോ അപ്പം ബ്ലാക്കോ ബ്ലൂ പാൻസും കൂടെ നമ്മൾ ഒരെണ്ണം മേടിച്ച് കയ്യിൽ വെക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ക്ലോത്തിങ് ആ ഒരു സെക്ഷനിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഇന്നർ ഗാർമെന്റ്സ് ഞാൻ പറയുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നാട്ടിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഗേൾസിന്. കാരണം ഇവിടെ പല ബ്രാസ് ഒക്കെ നമുക്ക് പല കപ്പ് സൈസും ഇവിടെ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് നാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചധികം മേടിച്ചുകൊണ്ട് വരിക ഇന്നർ ഗാർമെന്റ്സ്. പിന്നെ ഇവിടെ കൂടുതലും പാഡഡ് ആണ്. സോ അപ്പം ഹെവി ബെസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പാടായിരിക്കും. കാരണം എല്ലാത്തിലും പാഡഡ് വരുന്നത് ഇവിടെ കൂടുതലും. സോ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇന്നർ ഗാർമെന്റ്സ്. സോ അത്രയൊക്കെ ക്ലോത്തിങ്ങിലുള്ളൂ. അടുത്തത് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് പറയാം കൊണ്ടുവരേണ്ടത്. മെയിനായിട്ട് നമ്മൾ കുറച്ച് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ തുടങ്ങിയ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൊണ്ടുവരുമല്ലോ. സോ അപ്പം അത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാം 1 കിലോ വെച്ചാന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. കാരണം ഇവിടെ നമുക്ക് മലയാളി കടയൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, നമുക്ക് ആദ്യമേ പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അതുവരെ യൂസ് ചെയ്യാനുള്ള മസാലാസ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. നമുക്ക് വേണ്ട മസാല എല്ലാം കൊണ്ടുവരാം. പിന്നെ റെഡി ടു ഈറ്റ് സംഭവങ്ങൾ കാണുമല്ലോ, അത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് റെഡി ടു ഈറ്റ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് നമ്മൾ കയ്യിൽ വെച്ചേക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ഈ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 1/2 kg വെച്ച് മേടിച്ച് കയ്യിൽ വെക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ അത് നാട്ടിൽ നിന്ന് മേടിച്ച് വെക്കാം. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ UK-യുടെ നമ്മുടെ ഇത് എന്തായാലും
എന്താണ് കസ്റ്റംസ് റൂള് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം പറഞ്ഞതിന് മുന്നേ എന്തൊക്കെ സാധനം അലൗഡാണ് എന്തൊക്കെ സാധനം അലൗഡ് അല്ല എന്നുള്ളത്. അച്ചാർ ആക്ച്വലി ഇവിടെ മീറ്റിന്റെ അച്ചാറൊന്നും അലൗഡ് അല്ല. ഇവിടെ കൊണ്ടുവന്നവരുണ്ട്, എനിക്കറിയില്ല. പക്ഷെ എൻ്റെത് അവരെടുത്ത് കളഞ്ഞു ബാഗിൽ നിന്ന്. എനിക്ക് ബെൽഫാസ്റ്റിൽ നിന്നായിരുന്നു സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവരെന്നോട് ചോദിച്ചു അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെ മറ്റു സംഭവം തേങ്ങയൊക്കെ മുഴുവനോടെ കൊണ്ടുവരിക, പിന്നെ അതുപോലെ കറിവേപ്പില കൊണ്ടുവരിക, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റത്തില്ല ആക്ച്വലി. ഈ ഇല പോലത്തെ സാധനങ്ങൾ, പിന്നെ തേങ്ങ മൊത്തത്തിൽ എടുത്ത് വെക്കുക, അങ്ങനെയൊന്നും പറ്റത്തില്ല. തേങ്ങ നിങ്ങൾ ചിരകി മറ്റേ എന്താ ഉണക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് മുഴുവൻ തേങ്ങയായിട്ടൊന്നും ആരും കൊണ്ടുവരത്തില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവരരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരും കൊണ്ടുവരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കറി ലീവ്സ് ഒന്നും ക്യാരി ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറച്ച് റെഗുലേഷൻസ് നമുക്കുണ്ട്. പക്ഷേ അച്ചാറിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ബെൽഫാസ്റ്റിലെത്തിയപ്പോൾ ഒരു വൃത്തികെട്ടൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി എൻ്റെ പെട്ടിയുടെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു. അപ്പൊ എന്നോട് അവിടെ നിന്ന് പുള്ളി ചോദിച്ചു ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഈ തേങ്ങയും കറിവേപ്പിലയുടെ ഒക്കെ പടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ വൃത്തികെട്ട പട്ടി എൻ്റെ പെട്ടിയുടെ അടുത്തുനിന്ന് മാറാത്തതുകൊണ്ട് അവരത് തുറന്നിട്ട് ഇവർ ഈ പിക്കിൾ എടുത്തിട്ട് ചോദിച്ചു ഇതെന്ത് പിക്കിളാന്ന് ചോദിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കറിയത്തില്ലല്ലോ, മീറ്റ് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മീറ്റാന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് അലൗഡ് അല്ല, ഇത് കളയുവാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് അമ്മ പാക്ക് ചെയ്ത് തന്ന സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ അകത്ത് 2 പാക്കറ്റ്, എനിക്ക് തോന്നുന്നു 3 പാക്ക് ഫിഷ് പിക്കിളും 1 പാക്ക് മീറ്റ് പിക്കിളും ആണ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അതിൽ 2 ഫിഷും 2 മീറ്റും ആണെന്നാണ് വിചാരിച്ചേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരെന്നോട് ചോദിച്ചപ്പോ അത് ഫുൾ ആക്ച്വലി ഞാൻ പാക്ക് ചെയ്തതും കുറച്ച് ഇതായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ പെട്ടിയൊക്കെ എറിഞ്ഞെറിഞ്ഞ്, കാരണം എനിക്ക് മുംബൈയിൽ വെച്ച് മുംബൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 ഡേ ഞാൻ മുംബൈയിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് ഹീത്രോയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ അപ്പൊ ഈ പെട്ടിയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചടിച്ച് അതിൻ്റെ അകത്ത് ഓൾറെഡി ലീക്ക് വന്നു പിക്കിള്. സോ അപ്പൊ എനിക്ക് അറിയാൻ വയ്യ അത് ഫിഷ് ആണോ മീറ്റ് ആണോ എന്ന്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ടെൻഷനിൽ ഞാനാണെങ്കിൽ മീറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു ഫിഷും എടുത്ത് കളഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ബോട്ടിൽ ഫിഷേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 എനിക്ക് തോന്നുന്നു മീറ്റ് ആണെന്ന് പറഞ്ഞ് ബാക്കി ബോട്ടിൽ അവരവിടെ വെച്ച് തന്നെ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. സോ അപ്പം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വരുന്ന ടൈം പോലെ ഇരിക്കും. കാരണം രാത്രിയൊക്കെ ആണെങ്കിൽ അവർ വലുതായിട്ട് നോക്കത്തില്ല, പൊക്കോളാൻ പറയും. പക്ഷെ ഞാൻ നല്ല രാവിലെ രാവിലെ 10 മണിക്കാണ് വന്നത്. സോ അപ്പോൾ അവർ നല്ല ഫ്രഷ് ആയിട്ട് പിടിക്കാൻ പാകത്തിന് നിൽക്കുമായിരുന്നു. സോ ആ സമയത്ത് എൻ്റെ അച്ചാറ് പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് എന്ന് വെച്ചാൽ അപ്പം ഓരോ സാധനങ്ങളാണ് മാറും. കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ഈ മീറ്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ എൻ്റെ സാധനം എടുത്ത് കളഞ്ഞു. ഓക്കെ, സോ അതുകൊണ്ട് കസ്റ്റം റൂൾസ് ഒക്കെ നോക്കിയിട്ട് കൊണ്ടുവരാം. ഞാൻ പറയുന്നത് ഏറ്റവും സേഫ് ഫിഷ് പിക്കിളും കൊണ്ടുവരാം. ഫിഷ് എന്തായാലും ഒരിടത്ത് കളയത്തില്ല. മീറ്റ് പ്രൊഡക്ട്സും ആണ് ഇവിടെ ഒരു പ്രശ്നമായിട്ടുള്ളത്. സോ അപ്പം അത് നിങ്ങളുടെ ഔചിത്യബോധം പോലെ. കളഞ്ഞാലും നിങ്ങൾ തകരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ തകർന്നു പോയായിരുന്നു, കാരണം ആകെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു. ഇവിടെ ഗൈസ് അതെന്റെ തുണിയുടെ ലിഞ്ചാണ്. നിങ്ങൾ ആരും ഞാൻ മോന്ത കഴുകാതെ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇത് തുണിയുടെ ലിഞ്ചാണ്. ഇവിടെ സമയം എത്ര മണിയായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തിനാ അതീ നോക്കുന്നത്? സമയം ഇപ്പോ 2:31 ഇവിടെ. ഓക്കെ, രാവിലെ അല്ല, രാത്രി, വെളുപ്പിന് 2:31. ഓക്കെ. നെക്സ്റ്റ് കിച്ചൺ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കർ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് കൊണ്ടുവരാം. പിന്നെ ഒരു പാൻ, നമുക്ക് കറിയും പിന്നെ അതുപോലെ മുട്ടയൊക്കെ വറക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു പാൻ കൊണ്ടുവരാം. പിന്നെ നമുക്ക് കുടിക്കാനുള്ളൊരു കപ്പ്, പിന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു പ്ലേറ്റ്, പിന്നെ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും കഴിക്കാൻ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ്. എന്ന് വെച്ചാൽ നമുക്ക് ഓവനിലൊക്കെ വെച്ച് ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഗ്ലാസ് ടൈപ്പ് കിട്ടുമല്ലോ. സോ അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യുക. ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവരിക. പിന്നെ സ്പൂൺ, ബേസിക് ആയിട്ടുള്ള സ്പൂണ്, ഫോർക്ക് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുവരിക. ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം അത് മാത്രം. നമുക്ക് ഒരു കുക്കർ, പിന്നെ ഒരു പാന്, ഒരു ചായപാത്രം, പിന്നെ ഒരു 3-4 സ്പൂണ്, 3-4 ഫോർക്ക്, പിന്നെ മസാല ഇട്ട് വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ഡബ്ബകളില്ലേ, അത് ഉണ്ടെങ്കിൽ ക്യാരി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മേടിച്ചാലും മതി. അത് ടെമുവിലൊക്കെ അത്യാവശ്യം റേറ്റ് കുറവിനുണ്ട്. സോ ഇവിടെ വന്ന് മേടിച്ചാലും മതി.
പിന്നെന്താ, നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റ്, നമുക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ. ഇത്ര സാധനം മതി ബേസിക് ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, ഒരുമിച്ചാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സാധനം കൊണ്ടുവരാം. ഒരാൾ പാൻ കൊണ്ടുവരാണെങ്കിൽ ഒരാൾ കുക്കർ കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവരാമല്ലോ. സോ അങ്ങനെ ചെയ്താലും മതി. സോ അതാണ് നമ്മൾ കിച്ചൺ ആവശ്യമുള്ള സാധനം മെയിനായിട്ട് കൊണ്ടുവരേണ്ടത്. പിന്നെ ഈ ഡിഷ് വാഷ് സംഭവങ്ങളൊക്കെ പൗണ്ട് ലാൻഡിൽ ജസ്റ്റ് 1 പൗണ്ടിന് കിട്ടും. സോ അതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം. സ്ക്രബ്ബർ ആയിക്കോട്ടെ, സ്ക്രബ്ബറൊക്കെ 1 പൗണ്ടിന് ഒരു പാക്കറ്റ് കിട്ടും, ഒരു 7-8 എണ്ണം വരുന്ന ഒരു പാക്ക് കിട്ടും. സോ അത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട, അതെല്ലാം ഇവിടെ നിന്ന് മേടിക്കാം. ഓക്കെ, അതാണ് കിച്ചൺ എസെൻഷ്യൽസിൻ്റെ അകത്തുള്ളത്. ഇനി ഇലക്ട്രോണിക്സിൽ വരുന്നത് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ചാർജർ, പിന്നെ നമ്മൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുത്ത് വെക്കാം. യൂണിവേഴ്സൽ അഡാപ്റ്ററെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്റർ വേണം. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ, പിന്നെ ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജർ, പിന്നെ ഒരു പവർ ബാങ്ക്. ഓക്കെ, ഇലക്ട്രോണിക്സിൽ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഫോണിൻ്റെ ചാർജർ, പിന്നെ ലാപ്പിൻ്റെ ചാർജർ, പവർ ബാങ്ക്, ഹെഡ്ഫോൺസിൻ്റെ ചാർജർ. സിമ്പിൾ അല്ലേ? പിന്നെ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത പറയാൻ പോകുന്നത് ടോയ്ലറ്ററീസ് ആണ്. ടോയ്ലറ്ററീസിൽ ഇപ്പം നിങ്ങൾക്കിപ്പം ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക അത് നമ്മുടെ UK ആ ഒരു ബ്രാൻഡ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 ലിറ്ററിൻ്റെ ഒക്കെ വലിയ ബോട്ടിൽ മേടിച്ചിട്ട് വരാൻ നോക്കുക. ഇപ്പോൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ലിറ്ററിൻ്റെ ഒക്കെ കിട്ടും. സോ അപ്പം അങ്ങനെ മേടിച്ചിട്ട് വരാൻ നോക്കുക. എന്നോട് ഇൻസ്റ്റയിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലമ്മിൻ്റെ പ്രോഡക്ട്സ് ഇവിടെ UK അവൈലബിൾ ആണോ എന്നുള്ളത്. ആക്ച്വലി പ്ലമ്മിൻ്റെ പ്രോഡക്ട്സ് UK അവൈലബിൾ ആണ്, ബട്ട് UK ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്. സോ അവിടെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സെരാവേ, ഓർഡിനറി പോലുള്ള ബ്രാൻഡ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ വൈറ്റ്ലി സ്റ്റോക്ക്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് അല്ല പ്ലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബൂട്ട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും നമുക്ക് പ്ലം അവൈലബിൾ അല്ല. ഞാനിവിടെ വന്നിട്ട് ബെൽഫാസ്റ്റിൽ പ്ലം ഞാൻ കണ്ടിട്ടില്ല ഒരു ബ്യൂട്ടി ഷോപ്സിലും. പിന്നെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് എന്നൊക്കെയാണ് പറയണം. ഞാൻ നോക്കിയ ടൈമിൽ അവൈലബിൾ അല്ലായിരുന്നു, ബിക്കോസ് ഞാൻ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലതിൽ നമുക്ക് കാണാൻ പറ്റും, ബട്ട് അതൊരു തേർഡ് പാർട്ടി സെല്ലേഴ്സ് ആയിരിക്കും അത് സെല്ല് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുണ്ട് ഇവിടെ പല സ്കിൻ കെയർ പ്രോഡക്ട്സും. സോ അപ്പോൾ ബൂട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെരാവേ, ഓർഡിനറി, ബ്യൂട്ടി ഓഫ് ജോസിൻ, പിന്നെ അതുപോലെ ഗാർണിയർ അങ്ങനെയുള്ള ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചെന്താണെന്നറിയോ, ആ ടൊവിനോ യൂസ് ചെയ്ത ബ്രാൻഡ് ഏതാണെന്ന് ആലോചിച്ചാൽ ഞാൻ കോസാറക്സ് ഇല്ലേ, കോസാറക്സിൻ്റെ ഒക്കെ പ്രോഡക്ട്സ് അങ്ങനെയുള്ള ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ സോൺ ഔട്ട് ആയിപ്പോയി, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അത് ഏത് ബ്രാൻഡായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി. നമ്മുടെ ഹെയർ കെയർ പ്രോഡക്ട്സ്, ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ക്യാരി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷേവിങ് സെറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ റേസേഴ്സ്, പിന്നെ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, സോ അതൊക്കെ. പിന്നെ ഈ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇച്ചിരി അധികം നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം എനിക്ക് പേഴ്സണലി ഇവിടുത്തെ പാഡ് പറ്റാറില്ല. ഞാൻ ഓരോ ബ്രാൻഡ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കിങ്ങനെ ഒരു അലർജി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ബെൽഫാസ്റ്റിലുള്ള അൾസ്റ്ററിൽ വരുന്നവർക്ക് ഇത് ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ തൊട്ടടുത്തൊരു സെൻട്രൽ ലൈബ്രറി ഉണ്ട്, ജസ്റ്റ് ഒരു 1 മിനിറ്റ് വാക്കേ ഉള്ളൂ. സോ അവിടെ നമുക്കൊരു പീരീഡ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും ഫ്രീ ആയിട്ടുള്ള ഈ പീരീഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റി ലൈനർ, ടാംപോൺസ്, പിന്നെ അതുപോലെ തന്നെ പാഡ്സ്, അതുപോലെ ക്ലോത്ത് പാഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ എന്തോ ഒരു ബാമ്പ് കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നതാ ആ പാഡ്. സോ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ളതെല്ലാം ഒരുമാതിരി പ്ലാസ്റ്റിക് കോട്ടിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു അലർജി പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അത്യാവശ്യം നല്ല പീരീഡ് പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. കാരണം മെൻസ്ട്രൽ കപ്പാണ് എനിക്ക് തോന്നുന്നു പാഡ്സിനെക്കാളും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പാഡ് മേടിക്കുക എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു പാഡ് നോക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ പക്ഷെ മെൻസ്ട്രൽ കപ്പ് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നവർ മീൻസ് അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 മെൻസ്ട്രൽ കപ്പ് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ.
സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതുക. അടുത്തതായിട്ട് സ്റ്റഡി എസെൻഷ്യൽസ് ആണ്. അത് ഒത്തിരി ഒന്നും വാരി വലിച്ച് കൊണ്ടുവരണ്ട. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ മറ്റേ നോട്ടെഴുത്ത് പരിപാടിയില്ല. സോ ഇവിടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്താണ് എല്ലാ സാധനവും കൊണ്ടിടുന്നത്. സോ ഇപ്പം നമുക്ക് അതിൽ നിന്ന് റെഫർ ചെയ്തെടുക്കാൻ പറ്റും എല്ലാം. സോ അപ്പം നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കാം. പിന്നെ പെന്ന്, ഹൈലൈറ്റേഴ്സ് തുടങ്ങിയ സാധനങ്ങൾ എടുത്ത് വെക്കാം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ വരുമ്പോൾ തന്നെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട് പാഡ്, പിന്നെ അതുപോലെ ഹൈലൈറ്റേഴ്സ്, പെന്ന് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാരിക്കെട്ടി കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ഒരു നോട്ടും ഒരു പെന്നും അല്ലെങ്കിൽ കുറച്ച് ഒരു പാക്കറ്റ് പെന്നും ഒരു പാക്കറ്റ് ഹൈലൈറ്റേഴ്സും എടുത്ത് വെക്കുക. ഇവിടെ ഹൈലൈറ്റർ ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഞാനിങ്ങനെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പല വീഡിയോസ് റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തതെന്ന്. പക്ഷെ എനിക്ക് എന്തോ അവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇത് കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒരു ട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലോ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കി നോട്ടാ. ഇതുപോലത്തെ സംഭവങ്ങൾ എല്ലാം ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഈ പെൻ കണ്ടോ, അൾസറിന്റെ എംബ്ലം ഒക്കെ വെച്ചിട്ട് നമുക്ക് പെന്ന് കിട്ടും. അൾസറിന്റെ എംബ്ലം വെച്ചിട്ടുണ്ടോ, ഹൈലൈറ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ബുക്ക് ഇതുപോലെ തന്നെ ഈ വക സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. സോ അപ്പൊ വെറുതെ നാട്ടിൽ നിന്ന് നമ്മൾ വാരിപ്പറക്കി കൊണ്ടുവരണ്ട, ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മണി എസെൻഷ്യൽസ് ആണ്. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യുക. പിന്നെ ഫോറക്സ് കാർഡ് ഉള്ളവരാണെങ്കിൽ ഫോറക്സ് കാർഡ് മസ്റ്റായിട്ടും എടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു 100 പൗണ്ട്സ് നമ്മൾ മസ്റ്റായിട്ട് ഒരു 100 to 200 പൗണ്ട്സ് കയ്യിൽ ക്യാഷായിട്ട് നമ്മൾ കയ്യിൽ വെച്ചേക്കുക. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വീക്കിൽ. എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് GP രജിസ്ട്രേഷൻ ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ നമ്മൾ ക്യാഷ് ആയിട്ട് കയ്യിലെടുത്ത് വെക്കാം. മാക്സിമം ഒരു 100 to 200 പൗണ്ട്സ് നാട്ടിൽ നിന്ന് പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ കയ്യിൽ വെക്കാം. ഓക്കെ, പിന്നെ ഈ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് തുടങ്ങിയ സാധനം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് ഒരു ബെഡ്ഷീറ്റ് പിന്നെ ഒരു 2 പില്ലോ കവർ നമുക്കൊരു സെറ്റ് ആയിട്ട് കിട്ടുമല്ലോ, ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറുമായിട്ട്. അത് നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പെയർ നിങ്ങൾ ക്യാരി ചെയ്താൽ മതി. കാരണം ഇവിടെ ഇതൊക്കെ മേടിക്കാൻ കിട്ടും. സോ ആവശ്യമുള്ള സാധനങ്ങൾ മാക്സിമം ലഗേജിൽ ഉൾപ്പെടുത്തുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വെറുതെ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച് വെറുതെ ഓവർ പാക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യാണ്ടിരിക്കരുത്. സോ ഇവിടെ ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെഡ്ഷീറ്റ്, ഡ്രസ്സ്, ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ജാക്കറ്റ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ വിട്ടു എന്ന് തോന്നുന്നു. ജാക്കറ്റ് ഇവിടെ സെപ്റ്റംബറിൽ അത്യാവശ്യം തണുപ്പായിരിക്കും. പക്ഷെ നാട്ടിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് അത്യാവശ്യം തണുപ്പിന് പറ്റുന്നത് കൊണ്ടുവരാം. കാരണം നമ്മൾ എന്തായാലും തേർമൽസ് കൊണ്ടുവരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഭയങ്കര തണുപ്പാവണത്. സോ വെറുതെ നാട്ടിൽ നിന്ന് മേടിച്ച് പൈസ കളയണ്ട. അത്യാവശ്യം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റുഡന്റ് ID ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ സൂപ്പർ ഡ്രൈ എന്നൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് മേടിക്കാൻ പറ്റും. അതെന്നൊക്കെ പറയണത് നമുക്ക് ഇപ്പോൾ സ്റ്റുഡന്റ് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഒരു യൂസും ഇല്ലായിരുന്നു ഇവിടെ വന്നിട്ട്, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സൂപ്പർ ഡ്രൈന്ന് വേറെ മേടിക്കുകയോ ചെയ്തത്. അപ്പോൾ അതിനേക്കാളും എന്ന് വെച്ചാൽ നമുക്ക് ബാഗിൽ സ്പേസും പോവും, മനസ്സിലായോ? അതിനേക്കാളും നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം തണുപ്പിൽ സർവൈവ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവരിക, എന്നിട്ട് നല്ല ക്വാളിറ്റി സാധനം ഇവിടെ നിന്ന് മേടിക്കുക. ഓക്കെ, ഇവിടെ സ്റ്റുഡന്റ് ID കാണിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഷോപ്സുകളിലും എല്ലാത്തിനും ഡിസ്കൗണ്ട് കിട്ടും. സോ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, നാട്ടിൽ നിന്ന് ഓവർ പാക്ക് ചെയ്യുന്നതിനേക്കാളും. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്, മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ UK വരുന്നവർക്ക് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എബ്രോഡ് പോകുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവും തോന്നുന്നു. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.